ആ കേരളത്തിലെ പെന്തിക്കോസ്ത് പ്രസ്ഥാനത്തെ പറ്റിയാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വിഷയമാണ്. കുറേ കൂടെ കൂടുതൽ വിവരങ്ങൾ അതിനെപ്പറ്റി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ കേരളത്തിൽ അന്നത്തെ തിരുവിതാംകൂറിൽ പെന്തിക്കോസ്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1914 ഒരു അമേരിക്കൻ പാസ്റ്ററായിരുന്ന റോബർട്ട് എഫ് കുക്ക് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വന്ന്, മുണ്ടക്കയത്ത് അങ്ങനെ വന്നെത്തിയത് കേട്ടോ, ഇവിടെ വന്ന് പ്രസ്ഥാനം ആരംഭിക്കുന്നത് റോബർട്ട് എഫ് കുക്കാണ്. പക്ഷേ അതിന് മുമ്പും ഈ പെന്തിക്കോസ്ത് ആശയഗതികളുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം മുണ്ടക്കയത്തിനൊരു ചരിത്രമുണ്ട്. തിരുവിതാംകൂറിലെ അടിമക്കച്ചവടം എല്ലാവരും അടിമകളായിട്ട് പിടിച്ചു കൊണ്ടിരുന്ന അന്നൊക്കെ നമ്മുടെ ഇവിടെ പല ചന്തകളിലുണ്ടല്ലോ, ആഴ്ച ചന്തകൾ. അപ്പന്മാർ മക്കളെ ചന്തയിൽ വിൽക്കാൻ കൊണ്ടുവരുമായിരുന്നു. ആടിനെയും പശുവിനെയൊക്കെ വിൽക്കാൻ കൊണ്ടിരുന്നാലും മക്കളെ വിൽക്കുമായിരുന്നു. അന്നത്തെ വില 8 അണ മുതൽ 16 അണ വരെ ആയിരുന്നു കേട്ടോ വില ഒരാളിന്, പ്രായപൂർത്തി ഒരാളിന്. പെണ്ണുങ്ങൾക്ക് 12 അണ പറ്റായിരുന്നു. അങ്ങനെയൊക്കെ വിൽക്കാൻ കൊണ്ടിരുന്നൊരു കാലഘട്ടം. അതുപോലെ ഇവിടെയുള്ള പുലയരും ചെറുമരായുള്ള എല്ലാ താഴ്ന്ന ജാതിക്കാരും അടിമകളായിരുന്നു. ഓരോ ജന്മിമാർക്കും ഓരോ കരപ്രമാണിക്കും 10ഉം 20ഉം 10ഉം 30ഉം അടിമകളുണ്ടായിരുന്നു. ഇവരെ ഇട്ട് ഭക്ഷണം കൊടുക്കില്ല, ഭീകരമായി പീഡിപ്പിച്ച് പറഞ്ഞ് ഒരുപാട് പേര് അവിടെ നിന്ന് ഒളിച്ചോടി മുണ്ടക്കയം, അന്ന് വനപ്രദേശമാണ്, മുണ്ടക്കയത്ത് വന്ന് കാട്ടിൽ താമസിക്കാൻ തുടങ്ങി. അതിവിടെ നിന്ന് ഈ ക്രിസ്തുമത പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന പല ആളുകളും ഇതെറിഞ്ഞ് അവരും അവിടെ എത്തിച്ചേർന്നു. പല വിദേശ മിഷണറിമാരും അവിടെ എത്തിച്ചേർന്നു. ആ കേന്ദ്രത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ഇന്ന് നമ്മൾ ആദരിക്കുന്ന ഒരു പൊയ്കയിൽ അപ്പച്ചനുണ്ട്. പൊയ്കയിൽ അപ്പച്ചൻ ഒരുപാട് പ്രാവശ്യം കാലുമാറി പല വിഭാഗത്തിലും വന്ന് ഇടക്കാലത്ത് ബൈബിൾ കത്തിക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ്. 1851 ഈ ബൈബിൾ നമ്മുടേതല്ല, ഈ ബൈബിൾ ഞാൻ വായിച്ചത് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചത് പാപമാണ് എന്നെല്ലാം പറഞ്ഞ് നടന്ന് ബൈബിൾ കത്തിക്കൽ ലോകവ്യാപകമായിട്ട് നടന്നു. ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലും ബൈബിൾ കത്തിക്കൽ നടന്നു. ഈ ബൈബിൾ നമ്മുടേതല്ല, ഇത് സാധാരണക്കാരൻ്റേതല്ല എന്ന് പറഞ്ഞ് ബൈബിൾ ആഘോഷമായി കത്തിച്ചിരുന്നൊരു കാലഘട്ടം. എന്ന് വെച്ചാൽ അന്ന് ഈ പറഞ്ഞ വന്ന് കയറിയ പുലയരെയൊക്കെ ഇവർ അത്യാവശ്യം ഭക്ഷണമൊക്കെ കൊടുത്ത് ഇവരെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തി. ഈ പരിവർത്തനം നടത്തി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തേക്കാണ് നമ്മുടെ റോബർട്ട് എഫ് കുക്ക് വരുന്നത്. അതിനു മുമ്പ് ഈ പെന്തിക്കോസ്ത് പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ല. ഇവർ ഈ പറഞ്ഞ പൊയ്കയിലപ്പച്ചൻ്റെ നേതൃത്വത്തിൽ ഇവരിങ്ങനെ പെന്തിക്കോസ്ത് ചിന്താഗതി വളരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അവർണരും സാധാരണക്കാരും ഡൗൺ റോഡനായിട്ടുള്ള ദളിതരെ ക്രിസ്തുമതത്തിൽ സ്വീകരിച്ചാലും ക്രിസ്തുമതം കൊടുത്ത് പേര് മാറ്റിയാലും ഈ പറഞ്ഞ മറിയപ്പലക്കള്ളി ഒക്കെ മാരിയെ പിടിച്ച് മാറിയപ്പലക്കള്ളിയൊക്കെ ആക്കിയെങ്കിലും ക്രിസ്തുമതം ഈ പറഞ്ഞ മതപരിവർത്തനം നടത്തിയ ആൾക്കാർ, ഈ പുരോഹിത വർഗവും അല്പം ഉന്നത തരത്തിലുള്ള ആളുകൾ ഈ സാധാരണക്കാരെ അവരുടെ ഒപ്പമുള്ളതായിട്ട് കണക്കാക്കിയിരുന്നില്ല. അവർക്കന്നും അവിടെ ഈ പറഞ്ഞ ദളിത പീഡനം അല്ലെങ്കിൽ ദളിതരെ അവർണരായിട്ട് കണക്കാക്കി അപ്പാർത്തീഡ് വർണ്ണവിവേചനം ശക്തമായി നിലവിലുണ്ടായിരുന്നു. ഒരിക്കലും ഈ ദളിതരായിട്ട് വന്ന ഒരാളിന് ഒരു പാസ്റ്ററാകാനോ അല്ലെങ്കിൽ ഒരു ഉപദേശിയാകാനോ ഉള്ള അവസരം കിട്ടുകയില്ല. ഇന്ന് കത്തോലിക്ക സഭയിൽ ഈ പറഞ്ഞ പുതുക്രിസ്ത്യാനികൾ ഒരുപാട് പേരുണ്ട്. അവരിൽ ഒരാളും വൈദികനായിട്ടില്ല, ഒരാളും കന്യാസ്ത്രീ ആയിട്ടില്ല. അവർക്ക് വരാനൊക്കില്ല. അന്നിങ്ങനെ അവഹേളിക്കപ്പെട്ട ഈ ഒരു വിഭാഗം ഈ പെന്തിക്കോസ്ത് ചിന്താഗതി ഉണ്ടാക്കി പൊയ്കയിൽ അപ്പച്ചൻ്റെ നേതൃത്വത്തിൽ ഇവരങ്ങനൊരു ചിന്താഗതിയിലേക്ക് വന്നു. അതിലൂടെ ഈ പറഞ്ഞ ഒരുപാട് പുലയരും ദളിതരും ഒക്കെ ഇപ്പോൾ പാസ്റ്റർമാരുണ്ട് പെന്തിക്കോസ്ത് പ്രസ്ഥാനത്തിൽ. അവർക്ക് അങ്ങനെ വളരാനുള്ളൊരു അവസരം കിട്ടുന്നതുകൊണ്ടാണ് സുറിയാനി ക്രിസ്ത്യാനികളും മറ്റ് ക്രിസ്ത്യാനികളൊക്കെ ഒന്നടങ്കം ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നു. പെന്തിക്കോസ്ത് പ്രസ്ഥാനം അതങ്ങനെ അതിനെ പെന്തിക്കോസ്താണെന്ന് പറഞ്ഞല്ല, അങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ ഉള്ള സ്ഥലത്തേക്കാണ് റോബർട്ട് എഫ് കുക്ക് വരുന്നത് 1914. അയാൾ അതിനൊരു ഓർഡറൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ വന്ന റോബർട്ട് എഫ് കുക്കിൻ്റെ കൂടെ ചേർന്ന ആൾക്കാർ ഈ പെന്തിക്കോസ്തുകാരിൽ 90% ദളിതരായിരുന്നു, തൊട്ടുകൂടാത്തവരായിരുന്നു, തീണ്ടിക്കൂടാത്തവരായിരുന്നു. അവസാനം ഈ പുതുതായിട്ട് വന്ന ദളിതരെല്ലാവരും കൂടെ പെന്തിക്കോസ്തിലേക്ക് പോകുന്നത് സുറിയാനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയാശങ്കകൾക്ക് കാരണമായി. അവരുടെ അംഗസംഖ്യ കുറയുന്നു. അവരതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ നടത്തി. എന്നിട്ട് ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരു ദളിത നേതാവിനെ സുറിയാനി ക്രിസ്ത്യാനികൾ ചാക്കിട്ട് പിടിച്ച് അയാൾക്ക് ഉന്നതസ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ റോബർട്ട് എഫ് കുക്കിൻ്റെ പെന്തിക്കോസ്ത് പ്രസ്ഥാനത്തിനെ ഭിന്നിപ്പിക്കുന്നു. അത് 1928-30 ആണെന്ന് തോന്നുന്നു. 1914 ആരംഭിച്ചത്. ആ പ്രസ്ഥാനത്തെ ഇവരെ ഭിന്നിപ്പിച്ച് ഭൂരിഭാഗം ജനങ്ങളും ഇബ്രാഹിമിൻ്റെ കൂടെ വേറൊരു പെന്തിക്കോസ്ത് വിഭാഗമായിട്ട് പോയി. ഈ പെന്തിക്കോസ്ത് വിഭാഗം എന്ന് പറയുന്നത് അങ്ങനെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. കാരണം അവർണരായ ഈ ആളുകൾക്ക് മറ്റൊരാളുടെ അവസരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ
മതം മാറി വന്ന ഈ ആൾക്കാർ അവരുടെ കുറേയൊക്കെ വെൽഫെയറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്, പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ വന്ന ഒരുപാട് പേരെ ഇവരൊക്കെ കൂടെ ഉണ്ടല്ലോ, ഈ ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർട്ടുഗീസുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ അടിമകളായിട്ട് കൊണ്ടുപോയി. ഈ മുളന്തുരുത്തിയിലൊക്കെ ഉള്ള പള്ളിയിൽ അടിമക്കച്ചവടമായിരുന്നു. അവിടുന്ന് ആളുകളെ കൊണ്ടുപോകും, പിള്ളേരെയൊക്കെ വില കൊടുത്ത് 4 8 കൊടുത്ത് വാങ്ങിച്ച് 10-400 പേരെ കൊണ്ടുപോയി അവിടെയുള്ള 6 പള്ളികൾ, എറണാകുളത്തുള്ള 6 പള്ളികളിൽ ആഴ്ചയിൽ 6 ദിവസവും ഈ അടിമകളെ ചങ്ങലക്കിട്ട് സൂക്ഷിച്ചിരുന്നു പള്ളികളിൽ. 7-ാം ദിവസം ആണ് തുറക്കുന്ന ഒരു കുർബാനയ്ക്ക് വേണ്ടി. 7-ാമത്തെ ദിവസം ഒരു കുർബാനയുള്ളൂ. അവരെ സൂക്ഷിച്ചിരുന്നതാണ്. അതുപോലെ പോർട്ടുഗീസുകാരുടെ വീടുകളുടെ അടിയിൽ തന്നെ മുഴുവൻ ഈ അടിമകളായിട്ടിരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് അടിമകളെ വിദേശത്തേക്ക് കൊണ്ടുപോയി. ഡച്ചുകാർ വന്നപ്പോഴത് ഫ്ലോറിഷ് ചെയ്തത് 1872 ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഇതൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴേക്കും അവരത് ഈ അടിമക്കച്ചവടം അങ്ങ് നിരോധിച്ചു, ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ഈ പുതുശ്ശേരിയിൽ നിന്ന് മാഹി നിന്നൊക്കെ ആയിട്ട് ധാരാളം പേരെ ഫ്രഞ്ചുകാർ അവരുടെ അടിമപ്പണിക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഫ്രഞ്ച് കാരണം അവരുടെ തോട്ടം നോക്കാനും വീട് പണിക്കും റോഡ് പണിക്കും മൃഗങ്ങളെ നോക്കാനും ഒക്കെ ഇവിടുന്ന് ആളുകളെ ഇങ്ങനെ കൊണ്ടുപോകും. പേര് മാറ്റി ക്രിസ്ത്യൻ പേരും ഒക്കെ കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഇവർ കണ്ടമാനം ആളുകളെ കൊണ്ടുപോകുന്നത് തടയാൻ വേണ്ടിയാണ് അടിമക്കച്ചവടം നിരോധിച്ചത്. പിന്നീട് ബ്രിട്ടീഷുകാർ പിന്നെ അടിമക്കച്ചവടം ഔദ്യോഗികമായിട്ട് നിരോധിച്ചത് 1843 അതുവരെ ഇവിടെ ബ്രിട്ടീഷുകാരും കൊണ്ടുപോയിരുന്നു. പിന്നെ ഇവരുടെ ഒരു തോട്ടം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞ തോട്ടത്തിലേക്കൊക്കെ ഈ ഒരു അസീം ഒരു മുസൽമാൻ പിന്നെ ഒരു അറബി, പിന്നെ ഇവിടെ അന്നത്തെ അടിമക്കച്ചവടത്തിൻ്റെ 45% ഇവിടുത്തെ റോമൻ കത്തോലിക്കരാണ് നടത്തിക്കൊണ്ടത്. ഈ പിള്ളേരെ സംഘടിപ്പിച്ച് ഇവർക്ക് കൊടുക്കുന്ന റോമൻ കത്തോലിക്കരായിരുന്നു. ഡച്ചുകാർക്ക് അന്ന് 35% അടിമക്കച്ചവടത്തിൻ്റെ വിഹിതം അവരായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ ഈ അടിമകളെ കൊണ്ടുപോയത് മുഴുവൻ ഈ പറഞ്ഞ റോമൻ കത്തോലിക്കർ, സിറിയാനി ക്രിസ്ത്യാനികളാണ് ഇവർക്ക് അടിമകളെ സംഘടിപ്പിച്ചു കൊടുത്തത്. പാലായും ചങ്ങനാശ്ശേരിയും പിന്നെ പുതുപ്പള്ളി ഇതൊക്കെ അടിമക്കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. ഇവിടുന്ന് എല്ലാ ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോകാനൊക്കെ പ്രേരിപ്പിക്കുക ഈ പറഞ്ഞ പെന്തിക്കോസ്ത് പ്രസ്ഥാനം വളർന്ന് ഇവരൊക്കെ ഡച്ചുകാർക്കൊക്കെ ഇത് കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടാക്കി. ഡച്ചുകാർ ഒരു പ്രാവശ്യം 1800 പേരെ ഒരു ഷിപ്പിൽ സൗത്ത് ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മൗറീഷ്യസിലേക്ക് ഇവിടുന്ന് ഒരുപാട് പേരെ കൊണ്ടുപോയിട്ടുണ്ട് ഡച്ചുകാർ. മൗറീഷ്യസിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പോർട്ട് ലൂയിയുടെ അടുത്ത് മലബാർ എന്ന് പറഞ്ഞൊരു കേന്ദ്രമുണ്ട്. മലബാർ ഒരു പട്ടണമുണ്ട്, അതിന് പോർട്ട് ലൂയിക്ക് അടുത്ത്. മലബാറികൾ ഇവിടുന്ന് പോയ ആൾക്കാർ കരിമന്തോളത്തിലൊക്കെ പോയിരിക്കുന്നവർ വന്നവരാണ്. എന്തുവാട്ടെ, പെന്തിക്കോസ്ത് പ്രസ്ഥാനം ഇങ്ങനെ ഈ സഭയിലുണ്ടായിരുന്ന ഒരു ഭീകര പ്രസ്ഥാനമായിട്ട് ഇത് വളർന്നുകൊണ്ടിരുന്നു. യേശു ഏകരക്ഷകൻ, ജ്ഞാനസ്നാനത്തിലൂടെ മാത്രമേ സ്വർഗരാജ്യം കിട്ടൂ, അല്ലാതെ ആർക്കും മോചനമില്ല. ലോകത്തെല്ലാം കൂടെ ഇപ്പോൾ 5 ലക്ഷം പെന്തിക്കോസ്തുകാർ പോലും ഇല്ല കേട്ടോ. അവർക്ക് മാത്രമേ സ്വർഗ്ഗമുള്ളൂ, വേറെ ആർക്കും കിട്ടുകയില്ല. അവരുടെ മാത്രം കുത്തകയാണ് സ്വർഗം. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ഭീകര പ്രസ്ഥാനം ഇത് വലിയ ശക്തിയൊന്നും ഇല്ലാതെ അങ്ങനെ കഴിഞ്ഞ കാലഘട്ടത്തിലാണ് 1963 66 വരെ ഒരു 2ാം വത്തിക്കാൻ സൗനോദോസ് നടക്കുന്നു റോമിൽ. 2ാം വത്തിക്കാൻ സൗനോദോസ് ജൂൺ 23 തുടങ്ങി വെച്ചിരുന്നു. അങ്ങനെ ഇടയ്ക്ക് മരിച്ചു. പിന്നെ വേറെ വന്ന പോൾ 6 മറ്റാണ് പൂർത്തിയാക്കിയത്. ഏതായാലും ഈ ഇതിൽ വന്നപ്പോൾ എന്ത് ചെയ്യുന്നറിയാം, അവരൊരുപാട് പരിഷ്കാരങ്ങൾ സഭയിൽ വരുത്തി. സഭയുടെ സമ്പത്തുക്കൾ മുഴുവൻ പുരോഹിതന്മാർ അടക്കി വെക്കാൻ പാടില്ല, പുരോഹിതന്മാർ പിന്നെ ആത്മീയ കാര്യങ്ങൾ മാത്രമേ നോക്കാൻ പാടുള്ളൂ, ബൈബിളിൽ പറഞ്ഞ പോലെ വേണം. അതുപോലെ തദ്ദേശീയമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രിസ്ത്യാനികൾക്ക് പിന്നെ അതൊക്കെ പകർത്തിയെടുക്കാനും അതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട്. മറ്റു മതങ്ങളിൽ നിന്നും പേർക്ക് ഒരുപാട് പരിഷ്കാരമായ കാര്യങ്ങൾ അവിടെ വെച്ചാണ് ബൈബിള് സാധാരണക്കാർക്കും വായിക്കാം എന്ന് പറഞ്ഞ് മറ്റ് ബൈബിളിൻ്റെ ഒരുപാട് വെർഷനുകളുണ്ടായത്. 1219 ബൈബിൾ നിരോധിച്ചിരുന്നു സാധാരണ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവർ വായിക്കരുതെന്ന് പറഞ്ഞ്. അത് മാറി 66 ശേഷമാണ്. 66 ഇങ്ങനെ ഒരുപാട് മറ്റു മതങ്ങളുടെ ആചാരങ്ങളും മര്യാദകളും ഇതിലേക്ക് പകർത്താമെന്നും അവരുമായിട്ട് ശത്രുത വേണ്ടെന്നും മറ്റു ദൈവങ്ങളെയും വേണമെങ്കിൽ അംഗീകരിക്കാമെന്നൊക്കെ വന്ന ഈ ആചാരം വന്നപ്പോഴേക്കും തീവ്ര മതവിശ്വാസികളായ കുറേ അമേരിക്കൻ കത്തോലിക്കർ, അതുപോലെ പല രാജ്യങ്ങളിൽ ഇറ്റലിയിലുമൊക്കെ ഉള്ള കുറേ കത്തോലിക്കർക്ക് കൂടെ ഈ കത്തോലിക്ക സഭയുടെ ഈ തീരുമാനങ്ങൾക്കെതിരായിട്ട് പ്രതിഷേധ സൂചകമായിട്ട് അവരുണ്ടാക്കിയെടുത്തു. പെന്തിക്കോസ്ത് പ്രസ്ഥാനത്തിലേക്ക് ഒരുപാട് ആളുകൾ വന്നു. ഒരുപാട് കോടീശ്വരന്മാർ പെന്തിക്കോസ്ത് പ്രസ്ഥാനത്തിലേക്ക് വരുന്നു. 66 ശേഷമാണ് പെന്തിക്കോസ്ത് പ്രസ്ഥാനം ഫ്ലോറിഷ് ആവുന്നത്. ഇന്ന് ഇവർ കാണുന്ന ഇവർക്ക് ഈ സമ്പത്തും സൗകര്യങ്ങളൊക്കെ 66 ശേഷം ഉണ്ടായതാണ്. അന്ന് ഈ ഇഷ്ടംപോലെ പണമുള്ള കോടീശ്വരന്മാരുണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ ഈ പറഞ്ഞ 2ാം വത്തിക്കാൻ സൗനോദോസിലെ നിയമം അനുസരിച്ച് പ്രഖ്യാപനങ്ങളനുസരിച്ച് ക്രിസ്ത്യാനികൾ സ്വത്ത് സമ്പാദിക്കുക ഇങ്ങനെ കൂട്ടിവെക്കരുതെന്നും മറ്റുള്ളവർക്ക് വിതരണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് സഹിക്കാൻ പറ്റാത്ത ആളുകൾ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു പ്രസ്ഥാനമായിട്ട് പെന്തിക്കോസ്ത് പ്രസ്ഥാനം വളരുന്നു. അമേരിക്കയിൽ നല്ലപോലെ ഫ്ലോറിഷായി. അവരുടെ ആളുകൾ ഏജൻറ്റന്മാരൊക്കെ വന്ന് ഇഷ്ടംപോലെ
പണവും സ്വാധീനവും ഉപയോഗിച്ചിട്ട് ലോകം മുഴുവൻ പെന്തിക്കോസ്ത് പ്രസ്ഥാനത്തിന് വേരോട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും ലോകത്താകെ ഒരു 5 ലക്ഷത്തിൽ കൂടുതൽ പെന്തിക്കോസ്തുകാർ കാണുകയില്ല. 211 കോടി ക്രിസ്ത്യാനികളുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 5 ലക്ഷം പേര് കൂടുതൽ പെന്തിക്കോസ് ഇല്ല. പെന്തിക്കോസ് പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ഫ്ലോറിഷ് ആയത് തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂർ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെ എത്ര പെന്തിക്കോസ് പ്രസ്ഥാനങ്ങളാണ്. ആൽഫബറ്റിക്കിലുള്ള മുഴുവൻ അക്ഷരങ്ങൾ ഉപയോഗിച്ചാലും തീരാത്തത്ര പെന്തിക്കോസ്. ഓരോ ഗ്രാമത്തിലും ഓരോ വില്ലേജിലും ഓരോ വാർഡിലും ഒരു പെന്തിക്കോസ് സഭയുണ്ട്. TPC ഉണ്ട്, IPC ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, സിലോൺ പെന്തിക്കോസ് ഉണ്ട്. ഒരുപാട് പെന്തിക്കോസ് പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ. കാരണം ഇവർക്കൊക്കെ ഇഷ്ടം പോലെ പണം വിദേശത്തുനിന്ന് വരുന്നുണ്ട്. ഈ വിദേശത്തുനിന്ന് വരുന്ന ഈ പണത്തിന് ആർക്കും ഗവൺമെൻറ്റൊന്നും ഒരു കണക്ക് കൊടുക്കണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ മാറ്റം വരുന്നുണ്ട് കേട്ടോ. ഇതായാലും ഇങ്ങനെ വന്ന് ഇഷ്ടം പോലെ പണം കിട്ടി പെന്തിക്കോസ് സഭയെ ചേർന്ന് കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടും. ആ കുടുംബത്തെ പെന്തിക്കോസുകാർ നോക്കിക്കോളും. ഇപ്പോഴും നമ്മുടെ കോട്ടയത്തെ ഈ പറഞ്ഞ നാഗമ്പടം മൈതാനത്തൊക്കെ ഒരു 3-4 ദിവസത്തേക്ക് പെന്തിക്കോസ്റ്റ് കൺവെൻഷനൊക്കെ നടക്കാറുണ്ട്. അവർക്കൊക്കെ കൊടുക്കുന്നത് മട്ടൺ ബിരിയാണിയൊക്കെ കേട്ടോ. സുഭിക്ഷമായ ഭക്ഷണം. ഒരുപാട് ആളുകൾ ഭക്ഷണോർത്തോടെ വരുന്നുണ്ട്. അങ്ങനെ ഈ പെന്തിക്കോസുകാരുടെ കൂട്ടായ്മ, അവരിൽ ഒരാളെ തൊട്ടാൽ അല്ലെ ഒരാളിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അതിന് അമേരിക്കയിൽ നിന്ന് ഒരു സഹായം എത്തുന്നുണ്ട്, പണം എത്തുന്നുണ്ട്. അതുകൊണ്ട് പെന്തിക്കോസ് പ്രസ്ഥാനത്തിൽ ചേരുന്നത് ഭാവി സുരക്ഷിതമാക്കാൻ നല്ലതാണെന്ന് പല ആളുകളും മനസ്സിലാക്കി. ഒന്ന്. രണ്ടാമത്, യാതൊരു അധ്വാനവുമില്ല, അസര വ്യായാമം മാത്രം നടത്തി ഏത് പൊട്ടനും ഒരു ലൗഡ് സ്പീക്കറും ഒക്കെ ഉണ്ട്, ഏത് പട്ടണത്തിൽ ഏത് ബസ് സ്റ്റാൻഡിലും കൊണ്ട് വെച്ച് എന്തും പറയാം. അത് കേൾക്കുന്ന ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു പ്രശ്നമില്ല, ഉപജീവനത്തിൻ്റെ പ്രശ്നമാണ്. ഒരു ദിവസം അങ്ങനെ പോകുന്നതിന് അവന് പൈസ കിട്ടുന്നുണ്ട്. അവന് അസര വ്യായാമം കൊണ്ട് ഇത്തിക്കണ്ണികളായിട്ട് മറ്റുള്ള മനുഷ്യരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് പെന്തിക്കോസ്ത് പ്രസ്ഥാനം മാറി. ഇപ്പോഴും അത് അങ്ങനെയൊക്കെ തന്നെയാണ്. അവൻ്റെ ഒരു പരിപാടി മുഴുവൻ ഇതാണ്. അവന് ഒരു നയ പൈസയുടെ അധ്വാനം ചെയ്യില്ല, ഒന്നും ചെയ്യാറില്ല. ഈ പറഞ്ഞ വചനപ്രഘോഷണമാണെന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നു. അവനെ അവരുടെ ആൾക്കാർ സംരക്ഷിക്കുന്നു. അവന് വയറ്റിപ്പഴപ്പിൻ്റെ മാർഗമായിട്ട് പെന്തിക്കോസ്ത് പ്രസ്ഥാനം വളർന്ന് വികസിച്ചു. അതിലൊരുപാട് വലിയ പ്രധാന ദിവ്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ. വളരെയധികം ആളുകളുണ്ട്, വലിയ വമ്പന്മാരായ ആൾക്കാർ ഇതിനകത്തുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ചെറിയ തമാശ കൂടെ പറയട്ടെ. ഈ മുണ്ടക്കയത്തെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. മുണ്ടക്കയം കേന്ദ്രമായിരുന്നു. പൊയ്കയിലപ്പച്ചനും പിന്നെ തൊമ്മനും പിന്നെ ഒരു ബിഷപ്പുണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നു. ഇവരൊക്കെ കൂടെ ചേർന്ന് ഒരിക്കലും എന്തായിരുന്നു, ഈ തൊമ്മൻ എന്ന് പറഞ്ഞൊരു പുള്ളി 1876 തോന്നുന്നു, അയാൾക്കൊരു വെളിപാടുണ്ടായി. ആ വെളിപാടിൽ പറഞ്ഞിരിക്കുന്നതാണ് 1881 ഒക്ടോബർ 2 2 മണിക്ക് ലോകാവസാനം. അയാൾക്ക് വെളിപാടുണ്ടായി. അയാൾ എന്നിട്ട് ഈ വെളിപാടുണ്ടായ വിവരം 1976 ഉണ്ടായത്. അതുപോലെ 1890 ഏതാണ്ടൊരു കാലഘട്ടത്തിൽ പറഞ്ഞു ഓഗസ്റ്റ് മാസം 11 മുതൽ 14 വരെ ഭൂമി അന്ധകാരമയമായിരിക്കും. 74 ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഇതെല്ലാം ഏതായാലും ഈ പറഞ്ഞ കക്ഷികളൊക്കെ കൂടെ ചേർന്ന് ഇതിനകത്തെ പ്രധാന പുള്ളി ഒരു ഉപദേശിയുണ്ട്, അയാളുടെ പേരെൻ്റെയിലുണ്ട്. അയാൾ വൈസ്രോയ്ക്ക്, ഇന്ത്യൻ പ്രസിഡൻറ്റിന്, ബ്രിട്ടീഷ് ചക്രവർത്തിക്ക്, റോമിലെ പോപ്പിന്, ഈ 4 പേർക്ക് ഇയാൾ കത്തെഴുതി. അടിയന് ഇങ്ങനെ സ്വർഗത്തിൽ നിന്നും വെളിപാടുണ്ടായിട്ടുണ്ട്. 81 ഒക്ടോബർ മാസം 2 2 മണിക്ക് ലോകാവസാനമാണ്. ഇത് വേണ്ടപ്പെട്ട നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിത് നിങ്ങളെ അറിയിച്ചില്ലെങ്കിൽ ചെയ്യുന്ന വലിയ കൽപ്പനയ്ക്ക് വിരുദ്ധമായ വരെയാണ് നിങ്ങളെ അറിയിക്കുന്നത് എന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് അയച്ചു, ബ്രിട്ടീഷ് രാജ്ഞിക്ക് അയച്ചു, പോപ്പിനെ അയച്ചു. ഈ എല്ലാവർക്കും ഈ കത്തെഴുതി ഇന്ത്യൻ പ്രസിഡൻറ്റിന് അയച്ചു. ഇന്ത്യയിലെ അന്നത്തെ വൈസ്രോയ്ക്ക് ഇവർക്കെല്ലാം അയച്ചു. അങ്ങനെ എല്ലാവരും അന്ന് എന്തെങ്കിലും ഇവരൊക്കെ കൂടെ അന്ന് ഇവരുടെ പേര് പറഞ്ഞുകൊണ്ടിരുന്ന ഉണർവെന്നും പറഞ്ഞൊരു സഭയായിരുന്നു ഉണ്ടാക്കിയത്. പെന്തിക്കോസ്തിൻ്റെ വേറൊരു ഭാഗം ഉണർവ് സഭയുടെ ഈ ആൾക്കാരെല്ലാം എന്ത് ചെയ്തു, ഏതായാലും 81 ഇതെല്ലാം ഉണ്ടാവുമല്ലോ. അതിനിടയ്ക്ക് ഭൂകമ്പം ഉണ്ടായി 81 മറ്റോ. അപ്പോൾ ഇത് ഉറപ്പിച്ചു. 81 ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു ഭൂകമ്പം ഉണ്ടായത്. അപ്പോൾ ഇതിന് മുന്നറിയിപ്പാണ്, വാണിംഗ് ആണെന്നും പറഞ്ഞ് അതിനും പബ്ലിസിറ്റി കൊടുത്തു. അപ്പോൾ ഇവരുണ്ടായിരുന്ന ഈ സമ്പത്ത് മുഴുവൻ വിറ്റും കൈമാറ്റം ചെയ്ത് മുഴുവൻ പണമാക്കി മാറ്റി. ഈ പണം മുഴുവൻ കൊണ്ടുവന്ന് ഈ ഉണർവിൻ്റെ സഭയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു. ഇവിടെ മുണ്ടക്കയത്ത് ഇവരെന്നിട്ട് ലോകം അവസാനിക്കാൻ പോയില്ല. സമ്പത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് പ്രാർത്ഥനയും കരച്ചിലും നിലവിളിയും സന്തോഷവും അട്ടഹാസവും ഒക്കെ ആയിട്ട് ഇവർ ഈ പറഞ്ഞ ഒക്ടോബർ 1 മുതൽ അവിടെ ഒരുമിച്ച് കൂടി അങ്ങനെ ഇരുന്നു. സുഖമായ ഭക്ഷണമൊക്കെ കഴിച്ച് ഒക്ടോബർ 2 മണിക്കല്ലേ, 1 മണിയായി, 2 മണിയായി, ഒരു മാറ്റവും വരുന്നില്ല, ഒന്നും സംഭവിച്ചില്ല. അതങ്ങനെ ഫ്ലോപ്പായിപ്പോയി. അങ്ങനെ 1881 ഒരു ലോകാവസാനം ഇവർ മുണ്ടക്കയത്ത് പ്രഖ്യാപിച്ച് ഇവരാഘോഷിച്ചിട്ടുണ്ട്. അതിന് ചരിത്രരേഖകളുണ്ട്. അതിന് ഞാൻ ഒരു തെളിവായിട്ട് ഞാൻ പറയുന്നത് വിനീത് പോൾ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയിട്ടുണ്ട്. അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അങ്ങനെ അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ ഈ അടിമക്കച്ചവടവും പെന്തിക്കോസുകാർ വന്നതും ലോകാവസാനവും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും
ആ പുസ്തകത്തിൽ വിശദമായിട്ട് അങ്ങനെ ചരിത്ര രേഖകൾ ചെയ്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ പുസ്തകം വായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്കറിയാൻ പാടില്ലാത്ത അടിമക്കച്ചവട ചരിത്രവും ഈ പറഞ്ഞ പെന്തിക്കോസ് പ്രസ്ഥാനവും എല്ലാം അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ വിനീത് പോളിൻ്റെ ഇതിൻ്റെ രേഖകളുണ്ട്, ചുമ്മാ കെട്ടുകഥയൊന്നുമല്ല, ഒരുപാട് പതിപ്പുകളായി കഴിഞ്ഞൊരു പുസ്തകമാണ്. നിങ്ങളെല്ലാവരും അത് വായിച്ചാൽ നിങ്ങൾക്ക് കുറേയൊക്കെ സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം അങ്ങേർക്ക് പ്രത്യേക വ്യക്തി താല്പര്യത്തിൻ്റെ പേരിലോ ആരെയും തേടി കെട്ടാനൊന്നും വേണ്ടി എഴുതിയ പുസ്തകമല്ലത്. അതിൽ ഒരുപാട് ചരിത്രത്തെ വിഭജിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പുലർത്തുന്ന ആ ഒരു വിഭാഗം ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നേരായ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു പുസ്തകമാണെന്ന് ഞാൻ ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, ഈ ബൈബിളിനെ പറ്റിയൊക്കെ ഇതിനകത്ത് വ്യക്തമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് ഒരു മുതൽക്കൂട്ടാണ് നിങ്ങളുടെ അറിവിലേക്ക്. അതുപോലെ ഒരു തമാശയുണ്ട്. ഒരു യൂറോപ്യൻ സ്ത്രീയുടെ കൂടെ ഇവിടുത്തെ അന്ധവിശ്വാസങ്ങളെപ്പറ്റി പറയുമ്പോഴാണ് ഒരു മലയാളി സ്ത്രീയെ മറച്ച് ചെന്നു. ഇത് ആറ്റിങ്ങൽ റാണിയുടെ അടുത്തായിരുന്നു, യൂറോപ്യൻ സ്ത്രീയുടെ ആയിരുന്നു, മദാമയുടെ കൂടെയാണ്. അപ്പോൾ ഇത് ഇന്ത്യക്കാരി സ്ത്രീയല്ലേ, അവൾ മറച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആറ്റിങ്ങൽ റാണിയുടെ മുമ്പിൽ വെച്ച് അവളുടെ മാറത്തെ തുണി മാറ്റിയിട്ട് മുല വെട്ടിച്ച് കളഞ്ഞു. അത് ഇവിടെ ചരിത്രത്തിലുണ്ട്. അന്ന് ഇവിടെ മേൽവസ്ത്രം ധരിച്ചാലുള്ള വലിയ കുറ്റകരമായ ഇതായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അടിമത്ത വ്യാപാരങ്ങളുമൊക്കെ ഈ പറഞ്ഞ പെന്തിക്കോസുകാരും എല്ലാവരും ദൈവം ക്രിസ്തു എന്നും പറഞ്ഞിട്ട് വിളിക്കുന്നത്. അവർ ദൈവവിശ്വാസികളല്ല, മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന യുത്തിക്കണ്ണികളാണ്, പരാന്നഭോജികളാണ്. ഞാൻ പറഞ്ഞ ഒരു പൈസയുടെ പണി ചെയ്യാതെ ആളുകളെ ഇങ്ങനെ പാചക സ്ഥലത്തിലൂടെ കബളിപ്പിച്ച് ഉദരം പരികളായിട്ട് നടക്കുന്ന പെന്തിക്കോസുകാരിൽ നിന്ന് നമുക്ക് ന്യായമായ അകലം പാലിച്ചില്ലെങ്കിൽ, അഡിക്വേറ്റ് ഡിസ്റ്റൻസ് പാലിച്ചില്ലെങ്കിൽ നിങ്ങളും ആധ്യാത്മികമായിട്ട് നിങ്ങളുടെ ആത്മാവ് നശിച്ചു പോകും. ആത്മാവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം, അതില്ല കേട്ടോ. നിങ്ങളുടെ വ്യക്തിത്വം നശിച്ചു പോകും, വെറും പെന്തിക്കോസുകാരനായി പോകും. അതുകൊണ്ട് ഇതിനകത്തെ ചരിത്രവും വഞ്ചനയും മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ വിനീത് പോളിൻ്റെ പുസ്തകം വായിക്കുക. താങ്ക് യു.